ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെബിസ്ലേക്ക്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് പേടിഎം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ഒരു അൺലിമിറ്റഡ് ട്രിക്കാണ്. അതായത് ഒരു പേ ബോക്സ് എന്ന ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൻ്റെ ഒരു അൺലിമിറ്റഡ് ട്രിക്കാണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് പേടിഎം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്താലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ ജസ്റ്റ് ഓൾ എന്ന് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ടിൽ ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇട്ടാലോ. അപ്പോൾ നിങ്ങൾ ഈ പേ ബോക്സ് എന്ന ആപ്ലിക്കേഷൻ്റെ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. റെഫറൽസിന് ഇപ്പോൾ റെഫറൽസിന് 8 രൂപ വെച്ച് അവർ കൊടുക്കുന്നുണ്ട്. ഒരു റെഫർ ചെയ്യുമ്പോൾ നമുക്ക് 8 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആഡ് ആവും. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സൈനപ്പ് എന്നൊരു ഐക്കള്. സൈനപ്പ് എന്നൊരു എഴുതിയത് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സൈനപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് സൈനപ്പ് ചെയ്യാൻ പറയുന്നതാണ്. നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി ചോദിക്കുന്നതാണ്. ഞാനിപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി അവർ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ച് തരാതെ ഇതുപോലത്തെ ഒരു പേജ് കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ സൈനപ്പ് ടു വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും ചോദിക്കുന്നതാണ്. നമ്മുടെ ഫോണിലുള്ള ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക. അതിന് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറൊരു സൈനപ്പ് ചെയ്തത് കാണിച്ചു തരാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഓൾറെഡി സൈനപ്പ് ചെയ്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി സൈനപ്പ് ചെയ്തത് ഒന്നുകൂടി കാണിച്ചു തരാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി സൈനപ്പ് ചെയ്ത് കാണിച്ചു തരാണ്. അതിനുശേഷം അവിടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡും കൊടുക്കുക. പാസ്വേഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് റെഡി ആകുന്നുണ്ട്. അക്കൗണ്ട് അത്രേ പണിയുള്ളൂ റെഡി ആക്കാൻ. പിന്നെ നമ്മുടെ പേര് ചോദിക്കുന്നതാണ്. പേര് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. പേര് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം വരുന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പേര് എൻ്റർ ചെയ്തതിന് ശേഷം ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്യുക. അതായത് നമ്മുടെ പേടിഎം നമ്പർ വേണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിലിട്ടൊരു OTP സെൻഡാകുന്നതാണ്. ആ OTP തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ OTP അടിച്ച് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ OTP അടിച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ വെരിഫൈ മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടിയിലായിട്ട് കാണാൻ സാധിക്കുന്ന ആ റെഡ് ഐക്കണിൽ കാണുന്ന വെരിഫൈ മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സ്കിപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്ന അടിയിലായിട്ട് സ്കിപ്പ് എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം. സ്കിപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് ഒരു ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാൻ പറയും. ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് റെഫറൽ ബോണസും റെഫറൻറ്റ് ഈ കാര്യങ്ങൾ ഇതിൽ മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുന്നത്. അതിൽ ജസ്റ്റ് അടിയിലായിട്ട് സെൻഡ് ഇമെയിൽ കൺഫർമേഷൻ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു OTP സെൻഡ് ആകുന്നുണ്ട്. ഒരു OTP ഒരു വെരിഫൈ കൺഫർമേഷൻ ഇമെയിൽ ഐ ഡി സെൻഡ് ആകുന്നുണ്ട്. ഞാൻ എൻ്റെ ജിമെയിൽ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. അത് എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും ജിമെയിൽ എന്ന ആപ്ലിക്കേഷനിൽ. അതിലിവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത് വെരിഫൈ യുവർ അൺലോക്ക് ആസ് 10 പേടിഎം ക്യാഷ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് 10 രൂപ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഈ അക്കൗണ്ട് വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റെഫറൽ ബോണസ് ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ട്രിക്ക് വർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇമെയിൽ ഐ ഡി കൊടുത്ത് ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യണം. ഇതുപോലെ തന്നെ വെരിഫൈ ചെയ്യാൻ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലോട്ടൊരു കൺഫർമേഷൻ ക്ലിക്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേറെ അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ ക്രോം ബ്രൗസറിലോട്ട് പോയി വെരിഫൈഡ് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ദെൻ നോട്ടിഫിക്കേഷൻ അലോ എന്ന് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ ചോദിക്കുമ്പോൾ അലോ എന്ന് കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ അലോ എന്ന് കൊടുക്കുക. പിന്നെ അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഇമെയിൽ ഐ ഡി വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെ റെഫർ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മളിവിടെ ഹോം ബട്ടൺ എടുത്ത് ഈ 3 ലൈന് മുകളിലായിട്ട് കാണാൻ സാധിക്കുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നതാണ് റെഫർ ആൻഡ് ഏൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നതാണ് 8 രൂപ നമുക്ക് കാണാൻ സാധിക്കും. 5 രൂപ തെറ്റിട്ടിട്ട് 8 രൂപ നമുക്ക് റെഫറൽസിന് കിട്ടുന്നുണ്ട് അവർ പറയുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ എന്ന് പറഞ്ഞിട്ട് അവർ 8 രൂപ ഒരു റെഫറൻസിന് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇൻവൈറ്റ് ആണെന്ന് അടിയിലായിട്ട് കാണാൻ സാധിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വാട്സപ്പ് സെലക്ട് ചെയ്യുക. വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാട്സപ്പിലോട്ട് നമ്മുടെ യുണീക്കായിട്ടുള്ള ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. യുണീക്കായിട്ടുള്ള ലിങ്ക് ഷെയർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ആ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. നമ്മൾ ലിങ്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിച്ചാൽ കോപ്പി ആകുന്നതാണ്. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ക്രോം ബ്രൗസറിലോട്ട് വരിക. ക്രോം ബ്രൗസറിലോട്ട് വരുന്നതിന് ശേഷം 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. ഈ 3 ലൈനിൽ മുകളിലായിട്ട് ക്രോം ബ്രൗസറിൻ്റെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻക്വൻറ്റി ടാബ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇൻക്വൻറ്റി ടാബ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ലിങ്ക് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സൈനപ്പ് ചെയ്ത് ഫസ്റ്റ് സൈനപ്പ് ചെയ്ത് പോലെ തന്നെ ഒന്നും കൂടി സൈനപ്പ് ചെയ്യാം. നമ്മുടെ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യേണ്ടത് മസ്റ്റാണ്. എന്നാലും മാത്രമേ നമുക്ക് റെഫറൽ ബോണസ് ആഡ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് കൊടുക്കുക. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ അവസാനം കാണിച്ചു. അപ്പോൾ നമ്മൾ സൈനപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. മുകളിലായിട്ട് കാണുന്ന സൈനപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാം. നമ്മൾ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ആഡ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ സൈനപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൈനപ്പ് വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻകോഗ്നിറ്റി ടാബിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി ഒന്നും വരുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇമെയിൽ ഐ ഡി ഇതൊക്കെ കൊടുക്കണം. ആദ്യമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തൊരു ഇമെയിൽ ഐ ഡി കൊടുക്കണം. രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി കൊടുക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് സൈനപ്പ് ബോണസ് ആഡ് ആകത്തില്ല. അതിനുശേഷം നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പാസ്വേഡും കൊടുക്കുക. പാസ്വേഡും കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്
നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ പുതിയൊരു പേര് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇമെയിൽ ഐ ഡി കൊടുത്തു. ഇമെയിൽ ഐ ഡി കൊടുത്ത് നെക്സ്റ്റ് എന്ന് കൊടുത്തപ്പോൾ നമ്മുടെ ഒരു പേര് ചോദിച്ചു, നമ്മുടെ ഫുൾ നെയിം ചോദിച്ചു. നമ്മൾ എന്തെങ്കിലും കൊടുക്കുക, ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ ഷെബീസ് എന്ന് പഠിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുത്തു. കണ്ടിന്യൂ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സക്സസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ നമ്മുടെ പേടിഎം നമ്പർ, നമ്മുടെ വീട്ടിലുള്ള മറ്റെന്തെങ്കിലും നമ്പർ കൊടുത്താൽ മതി. പേടിഎം നമ്പർ തന്നെ കൊടുക്കണമെന്നില്ല. മറ്റേതെങ്കിലും നമ്പർ കൊടുത്തതിന് ശേഷം OTP സെൻഡ് ആവുന്നതാണ്. അപ്പോൾ ട്രിക്കാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. OTP സെൻഡ് ആവുന്നതാണ്. OTP അടിച്ച് കൊടുക്കും. OTP അടിച്ച് കൊടുത്തതിന് ശേഷം അടിയിലിട്ട് വെരിഫൈ മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സക്സസ് എന്ന നോട്ടിഫിക്കേഷൻ വരും. പിന്നെ സ്കിപ്പ് എന്ന് കൊടുക്കുക. സ്കിപ്പ് എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം. സ്കിപ്പ് എന്ന് കൊടുത്തതിന് ശേഷമാണ് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. എന്നാലും മാത്രമേ നമുക്ക് റെഫറൽ ബോണസ് ആഡ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്കിപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. സ്കിപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് അവിടെ സെൻഡ് ഇമെയിൽ കൺഫർമേഷൻ അടിയിലായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സക്സസ് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു OTP സെൻഡ് ആകുന്നതാണ്. OTP അല്ല, ഒരു കൺഫർമേഷൻ മെയിൽ സെൻഡ് ആകുന്നതാണ്. ആ മെയിൽ നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സക്സസ്ഫുൾ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഈ Gmail ഐ ഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. Gmail എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ആ ഇമെയിൽ ഐ ഡിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻബോക്സ് എടുത്തപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇമെയിൽ ഐ ഡി കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെരിഫൈ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ഇമെയിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രോമിലോട്ട് പോകുന്നതാണ്. ആ നീല ഐക്കണിൽ കാണുന്ന വെരിഫൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രോമിലോട്ട് പോകുന്നതാണ്. ക്രോമിലോട്ട് പോയതിന് ശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി വെരിഫൈ ആയിട്ട് സക്സസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇമെയിൽ ഐ ഡി വെരിഫൈഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ജസ്റ്റ് പെർമിഷൻ ചോദിക്കുന്നതാണ്. ജസ്റ്റ് അലോ ഒന്ന് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ ചോദിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അലോ ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അലോ ഒന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഗ്രീൻ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. റഫറൽ ബോണസ് ആഡഡ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷനൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഇനി കാണിച്ചു തരാം. എനിക്ക് ബോണസ് ആഡ് ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 8 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 25-ാം തീയതി ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 25-ാം തീയതി ഇപ്പോൾ ആഡ് ആയതാണ്. ബാക്കിയുള്ളതൊക്കെ ഇതിന് മുമ്പ് ഞാൻ ആഡ് ആക്കിയതാണ്. അതായത് ഒരു തവണ ഞാൻ ട്രിക്ക് ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 രൂപ എനിക്ക് കിട്ടി. ഇപ്പോൾ 8 രൂപയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 8 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയുള്ള വീഡിയോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇമെയിൽ ഐ ഡി നിങ്ങൾ മിസ്റ്റായിട്ട് വെരിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ ഇൻക്വൻറ്റി ടാബ് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും പുതിയ ഇൻക്വൻറ്റി ടാബ് എടുക്കുക. പിന്നെ പുതിയ ഇമെയിൽ ഐ ഡി കൊടുക്കുക, പുതിയ പേടിഎം നമ്പർ കൊടുക്കുക. അങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് ആയി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. സോ ബൈ.